നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ രോഗം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും അവ കാണിക്കുന്ന രോഗലക്ഷണങ്ങളും അതേപോലെ ചികിത്സയും പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൻഡിക്സ് എന്നാൽ നമ്മുടെ ചെറുകുടലും വൻകുടലും യോജിക്കുന്ന സ്ഥലത്ത് നിന്നും 2 സെൻറ്റിമീറ്റർ താഴെയായി ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ വൻകുടലിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നുമാണ് അപ്പൻഡിക്സ് രൂപം കൊള്ളുന്നത്. ഈ അപ്പൻഡിക്സിന് വരുന്ന വീക്കത്തെയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. 10 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് അപ്പൻഡിക്സിന് വീക്കമുണ്ടായി അത് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് മാറുന്നത്? ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ അപ്പൻഡിക്സിന് ഒരു ഭാഗം തുറന്നതും മറ്റേ ഭാഗം അടഞ്ഞും ഇരിക്കുകയാണ്. അതിനാൽ മുകൾ ഭാഗത്തിന് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വസ്തുക്കൾ വന്ന് തടസ്സമുണ്ടാക്കുകയോ അടയ്ക്കുകയോ ചെയ്താൽ അപ്പൻഡിക്സിന് ആവശ്യമായ ഓക്സിജനോ രക്തമോ കിട്ടില്ല. അങ്ങനെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും വീക്കം ഉണ്ടാവുകയും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി അപ്പൻഡിസൈറ്റിസിൻ്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രായം ഒരു ഘടകം തന്നെയാണ്. 10 വയസ്സ് മുതൽ 20 വയസ്സിലാണ് അപ്പൻഡിസൈറ്റിസ് കൂടുതലായും കാണപ്പെടുന്നത്. അതേപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അത് മലം കട്ടിയുള്ളതാക്കുകയും മലബന്ധം ഉണ്ടാക്കുകയും അത് അപ്പൻഡിക്സിൻ്റെ മുകൾ ഭാഗം അടയ്ക്കുകയും ചെയ്യുന്നു. കട്ടിയുള്ള മലം മലബന്ധം ഉണ്ടാക്കുന്നതാണ് അപ്പൻഡിസൈറ്റിസ് വരാനുള്ള പ്രധാന കാരണം. അപ്പൻഡിക്സിനെ ചുറ്റിയിരിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തിന് വീക്കം വന്നാലും അത് അപ്പൻഡിസൈറ്റിസിന് വഴിയൊരുക്കാം. ഇനി വളരെ അപൂർവമായി ഏതെങ്കിലും പുറത്തുനിന്ന് എത്തുന്ന നാണയങ്ങളോ അങ്ങനെ എന്തും വിഴുങ്ങുന്നത് മൂലം അത് അപ്പൻഡിക്സിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് അടഞ്ഞിരിക്കുകയും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. അതേപോലെ അപൂർവമായി ട്യൂമറുകളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കും. ഇനി ഒരാൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? അതിനായി ഈ രോഗം കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഉദരത്തിലുണ്ടാകുന്ന വേദനയോടുകൂടിയാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഉദരത്തിൻ്റെ വലതുവശത്ത് താഴെയായിട്ടാണ് അപ്പൻഡിസൈറ്റിസിൻ്റെ വേദന അനുഭവപ്പെടുന്നത്. അതേപോലെ അപ്പൻഡിക്സ് ഇരിക്കുന്ന ഭാഗത്ത് തൊടുമ്പോഴും നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. ഉദരത്തിൻ്റെ താഴെ ഇടതുവശത്ത് തൊടുമ്പോൾ വലതുവശത്ത് വേദന അനുഭവപ്പെടുന്നതും അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതേപോലെ ഛർദി, മനംമറിപ്പ്, ചെറിയ ചൂടോടുകൂടിയ പനി എന്നിവയും അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി പറയാൻ പോകുന്നത് അപ്പൻഡിസൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങളാണ്. ആദ്യമായി കിടന്നതിന് ശേഷം മുട്ട് മടക്കാതെ വലതുകാൽ പൊക്കുകയോ ഇനിയല്ല ചരിഞ്ഞു കിടന്നതിന് ശേഷം വലതുകാൽ പുറകോട്ട് ആക്കുകയോ ചെയ്യുമ്പോൾ ഉദരത്തിൻ്റെ താഴെ വലതുവശത്ത് വേദന വരികയാണെങ്കിൽ അത് അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു കാരണമാണ്. അതേപോലെ കിടന്നതിന് ശേഷം വലതുകാൽ പൊക്കി മുട്ട് മടക്കിയതിന് ശേഷം മുട്ടും താഴോട്ടുള്ള ഭാഗങ്ങളും വീണ്ടും വലതുവശത്തേക്ക് നീക്കുമ്പോൾ അപ്പൻഡിക്സിൻ്റെ അവിടെ വേദന ഉണ്ടാവുകയാണെങ്കിലും അത് അപ്പൻഡിസൈറ്റിസിൻ്റെ കാരണമാണ്. ഇതിൽ ആദ്യം പറഞ്ഞതിനെ സൊവാസ് സൈൻ എന്നും രണ്ടാമത് പറഞ്ഞതിനെ ഒബ്റ്ററേറ്റർ സൈൻ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു രോഗിക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. അതേപോലെ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായ രക്തത്തിൽ വീക്കത്തിന് കാരണമായ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉയർന്നതായി കാണപ്പെടും. CT സ്കാനും USGയും വഴിയോ രോഗം നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി രോഗിക്ക് അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ CT അല്ലെങ്കിൽ USG എടുത്തപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് അപ്പൻഡിക്സിനെ വിലയിരുത്തി വീക്കമുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അപ്പൻഡിക്സിനെ സർജറി ചെയ്ത് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അപ്പൻഡിസൈറ്റിസ് ഉണ്ടായ ഒരു രോഗിക്ക് എന്തെല്ലാം ചികിത്സയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൻഡിസൈറ്റിസ് ഉണ്ടായാൽ സർജറി ചെയ്ത് അപ്പൻഡിക്സിനെ നീക്കം ചെയ്യുക എന്നതാണ് പ്രധാനമായ ചികിത്സ. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി, അതായത് ചെറിയ ഒരു ദ്വാരം ശരീരത്തിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അപ്പൻഡിക്സിനെ മാറ്റുന്നതാണ് ഈ ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി എന്ന് പറയുന്നത്. ഇതിന് റിസ്ക്കും കുറവാണ്, അതേപോലെ രോഗി പെട്ടെന്ന് തന്നെ സുഖപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പൻഡിക്സ് എന്ന അവയവം നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് അപ്പൻഡിസൈറ്റിസ്? അപ്പൻഡിസൈറ്റിസ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് രോഗമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? അതിനെ എങ്ങനെ ചികിത്സിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഏറ്റവും ചെറിയ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവച്ച അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. നമസ്കാരം.